നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ് നടന്നത്, ഇപ്പോൾ എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, ഈ കാര്യങ്ങളാണ് നോക്കുന്നത്. ഇത് ഞാൻ ലവ് റീഡിങ്ങോ അങ്ങനെയൊന്നും ആയിട്ടില്ല നോക്കുന്നത്, ജനറലി കേട്ടോ. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ് പറഞ്ഞ പോലെ. അപ്പോൾ ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്ന എനിക്കറിയില്ല. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഞാൻ ഈ കാർഡ് കയ്യിലെടുത്തു. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഓം നമ ശിവായ, 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 ഭവാനി നമ ശിവായ. ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കാർഡ്സ് ഒന്നുമല്ല, കുറച്ച് കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇന്നും നോക്കാം. ഇത്രയും കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഈ 3 കാർഡ്സ് ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ ഇമോഷണൽ കൺട്രോൾ വെക്കണം. നിങ്ങളുടെ പെരുമാറ്റത്തിൽ ആളെ പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുത്തുകൊണ്ട് ഓടരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് പ്ലാൻ എടുക്കുമ്പോഴും ആ പ്ലാൻ വളരെ നല്ലോണം പ്ലാനിങ്ങോട് കൂടി ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുക. അത് ബന്ധങ്ങളാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും വളരെ പ്ലാൻ ചെയ്തിറങ്ങുക. ആരെങ്കിലും പറഞ്ഞു എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങാൻ നിൽക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഇറങ്ങുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആകും. ഈ നിമിഷം നിങ്ങൾ അത് തീരുമാനമെടുത്തിട്ട് ഇനിയിപ്പോൾ വേണോ ഇപ്പോൾ വേണ്ടേ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഈ ഇൻറ്റ്യൂഷൻ, നമ്മൾക്ക് ഒരാൾ ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ, ഇപ്പം നിങ്ങളോട് എക്സാമ്പിൾ ഒരാൾ പറയാണ് നിങ്ങളെക്കുറിച്ച് ഇന്ന ആൾ കുറ്റം പറയുന്നു എന്ന് പറയുന്നത്, എന്താണ് കുറ്റമെന്നും പറയുന്നുണ്ട്, ആരാണ് പറയുന്നതെന്നും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എടുത്തു അങ്ങനെ പറഞ്ഞാന്ന് പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി, സോറി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, മടക്കിത്തി അങ്ങോട്ട് ചെല്ലുന്നതിന് പകരം നിങ്ങളൊന്ന് നിന്ന് ആലോചിക്കുക, ഈ ആൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമോ, അതും ആ ഒരു കാര്യം പറയേണ്ട കാര്യമുണ്ടോ, അത് എന്തുകൊണ്ടാണ്, ഞാനിപ്പോൾ ഇനി അങ്ങോട്ട് ചെന്ന് കയറിയാൽ എനിക്ക് അടി കിട്ടുമോ, വെറുതെ നാണക്കേടാകുമോ, അതുകൊണ്ട് ഞാൻ ഒതുങ്ങുന്നതല്ലേ നല്ലത്. മനസ്സിലായോ? അങ്ങനെ ഒരു ഇത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ വേണ്ടതാണ്. പക്ഷെ നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ടോ ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന്. അപ്പം ഇൻറ്റ്യൂഷൻ നിങ്ങൾ അൺബ്ലോക്ക് ചെയ്യണം. അതിന് റേക്കിയോ യോഗയോ അതൊക്കെ ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ അൺബ്ലോക്ക് ചെയ്ത ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കുറേ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ആണ് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അതാണ് നോക്കുന്നത്. എനർജി ബ്ലോക്ക് വരുന്നുണ്ട്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. പാസ്റ്റിലെ കാർഡ്, പ്രസന്റിലെ കാർഡ്, ഫ്യൂച്ചറിൽ എന്താണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ഓവറോൾ എനർജി എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തിനിയാണ്, പക്ഷെ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളോ എങ്ങും എത്താതെ മുമ്പോട്ട് പോകാതെ നിൽക്കുന്ന ഒരു എനർജി. പല കാര്യങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട്, ഒന്നും അങ്ങോട്ട് പോകുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ സമയം വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കാണിക്കുന്നത്. ഇത് വളരെ നല്ലൊരു കാർഡാണ്. എവിടെയോ വെച്ച്, പാസ്റ്റിൽ എവിടെയോ വെച്ച് നിങ്ങൾ എന്തോ ചെയ്തത് അതിനോടനുസരിച്ച് നിങ്ങളുടെ മുമ്പോട്ടുള്ള പോക്ക് ബ്ലോക്ക്ഡ് ആയി എന്ന് പറയുന്നത്. പണ്ടൊക്കെ നിങ്ങൾക്ക് നല്ല സമയമായിരുന്നു, ഇഷ്ടംപോലെ ടോറസ് ലീവൊക്കെ വരെ സ്കോർപ്പിയാണ്. പണ്ടൊക്കെ നിങ്ങൾക്ക് നല്ല സമയമായിരുന്നു. നമ്മളുടെ ജീവിതത്തിലേക്ക് പുതിയ എനർജീസ് വന്ന് കയറുമ്പോൾ
നമ്മളിപ്പോൾ ഒരു വീട്ടിൽ താമസിച്ച് ആ വീട്ടിൽ നിന്ന് നമ്മൾ മാറി വേറൊരു വീട്ടിലേക്ക്, അപ്പോൾ ആ വീടിനൊരു എനർജി ഉണ്ട്, നമ്മൾ താമസിച്ചിരുന്ന വീട്ടിനൊരു എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിൽ എനർജി നെഗറ്റീവ് ആണെങ്കിൽ, നമ്മൾ പഴയ വീട്ടിൽ നല്ല എനർജി ആണെങ്കിൽ നല്ലോണം സക്സസ്ഫുൾ ആയിരുന്നു എല്ലാ കാര്യങ്ങളും, പുതിയ വീട്ടിലേക്ക് കയറുമ്പോൾ ഒന്നും സക്സസ്ഫുൾ ആകുന്നില്ല, ഒന്നും മുമ്പോട്ട് പോകുന്നില്ല. ഫ്രണ്ട്സിന്റെ കാര്യം, പുതിയ ആളുകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്ന് കയറുമ്പോൾ, പുതിയ ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ, ഇതെല്ലാം നമുക്ക് നല്ലതും കൊണ്ടുവരും ചീത്തയും കൊണ്ടുവരും. പക്ഷെ മിക്കവാറും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ പാസ്റ്റിൽ എന്തോ ഒരു കാര്യം, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, സോഡിയാക് സൈൻ ആണ് അവിടെ കാണിക്കുന്നത്, എന്തോ ഒരു കാര്യം വന്ന് കയറിയപ്പോ അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നല്ല കാര്യങ്ങൾ എന്തോ പ്രശ്നമുണ്ടായി എന്നാണ് പറഞ്ഞത്. അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ജഡ്ജ്മെന്റ് കാർഡ് റിവേഴ്സ് ആണ്. ഓക്കെ, ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, സ്നേഹബന്ധം നഷ്ടപ്പെട്ടു, ചിലപ്പോൾ നിങ്ങൾ ഡിവോഴ്സിലൊക്കെ പോയിട്ടുണ്ടാവാം, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു ഇതായിരുന്നു. 7 ഓഫ് വോൺസ് ഇവിടെ കാണിക്കുന്നത്. 7 ഓഫ് വോൺസ് ഡിഫെൻഡ് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ ഈ ജഡ്ജ്മെന്റ് കാർഡ് എന്ന് പറയുമ്പോഴേ അതൊരു എന്താ പറയാ, ഒരു റീകൺസിലിയേഷന്റെ കാർഡാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ, എന്തോ ഒരു ബന്ധത്തിലാണോ ഒരു ചിലപ്പോൾ നിങ്ങൾ ഒരു അവസ്ഥയിൽ, കാരണം ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയ ഒരാളാണ്, അപ്പൊ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് രമ്യതയിൽ പറഞ്ഞു തീർക്കാതെ നിങ്ങളത്, നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാം കൂടെ സഹകരിച്ച് നിങ്ങളത് കുളമാക്കിയെടുത്തു. അതോട് തുടങ്ങി നിങ്ങളുടെ കഷ്ടകാലം. ഇവിടെ സ്കോർപിയോ കാണിക്കുന്നുണ്ട്, ജെമിനായി കാണിക്കുന്നുണ്ട്. റിവേഴ്സ് ആണ്, ലവേഴ്സ് കാർഡ് റിവേഴ്സ് ആണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധത്തിൽ വന്ന് കയറിയ ഒരു ലവർ ആയിരിക്കാം നിങ്ങൾക്ക് പണി മുഴുവൻ തന്നത്, അവരുമായിട്ടുള്ള ബന്ധവും പോയി. അതോ നിങ്ങളുടെ ലവറും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇടയിൽ ആരോ കയറിയിട്ട് നിങ്ങൾ ഒരിക്കലും ഇനി ഒരുമിച്ച് ചേരാതിരിക്കാനുള്ള എന്തോ ഒരു പണി തന്നിട്ട് അത് ഭയങ്കര ബഹളമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലവറിനെ ചൂസ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്ക് അവരെ എന്നേറ്റുമായിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ അവര് ചിലപ്പോ അവരെ നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ട് അവരുടെ പ്രാക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. ആ ശാപമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ഇമോഷണൽ കൺട്രോൾ ഇല്ലായ്മ കൊണ്ട് വന്നതാണ്. അപ്പൊ നിങ്ങൾ എന്താണ് അവരോട് ചെയ്തത്, ആര് കാരണമാണ് നിങ്ങൾ ഇത് ചെയ്തതൊന്നും അറിയില്ല. എന്തായാലും അതിനുശേഷം നിങ്ങൾക്ക് ഒരു സമാധാനവും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ സ്കോർപിയോ, ജെമിനായി ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു തീരുമാനം നിങ്ങൾക്ക് ആരുടെ സൈഡ് എടുക്കണം, വീട്ടുകാരുടെ സൈഡ് എടുക്കണോ, ഫ്രണ്ട്സിന്റെ സൈഡ് എടുക്കണോ, അതോ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ സൈഡ് എടുക്കണോ? ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു തന്ന് നിങ്ങളെ തമ്മിൽ തെറ്റിച്ചതാണ്. പക്ഷെ നല്ലതായിരുന്നു, നിങ്ങൾ വളരെ സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഒരു ഫാമിലി ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ആരുടെയോ കണ്ണ് പെട്ടു, അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതം താറുമാറായി എന്നാണ് പറയുന്നത് പാസ്റ്റില്. ഇപ്പൊ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? ഇപ്പോഴത്തെ ജീവിതം നോക്കുമ്പോൾ 6 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഒരു റീകൺസീലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുമായിട്ട്. കാരണം നിങ്ങൾ അത്രയും സ്നേഹിച്ച ഒരു എനർജിയാണ്. മറ്റുള്ളവരുടെ ഉപദ്രവം കൊണ്ട് നിങ്ങൾക്ക് അവരുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റിയില്ല. അപ്പൊ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മളൊരാളെ ഇഷ്ടപ്പെടുക, നമ്മളൊരാളെ വിവാഹം കഴിച്ച്, നമ്മൾ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളെ അച്ഛനോ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മളെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിന് ബന്ധുക്കൾക്കൊന്നും ഇഷ്ടമല്ല, ഇത് പോരാ നിനക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള കിട്ടുന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അവർ വിഷം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. കുറെ കഴിയുമ്പോൾ ഒരു മനസമാധാനം കംപ്ലീറ്റ് പോവുകയാണ് നമ്മുടെ. അപ്പൊ മനസമാധാനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആരെയാണ് ഉപേക്ഷിക്കാൻ പറ്റുക? ഈ വന്ന് കയറി ബാക്കി ആരെ, അച്ഛനെയോ അമ്മയോ ബന്ധുക്കളെയോ ആരെയും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. സുഹൃത്തുക്കള്, ഇയാള് വന്ന് കയറിയ ആളിലേക്കാണ് മുമ്പുള്ള ബന്ധങ്ങളാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈസി ആയിട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നത് ഈ വന്ന് കയറിയ ആളെയാണ്. അപ്പൊ അയാളെ ദ്രോഹിക്കുക, അയാളെ വേദനിപ്പിക്കുക, അയാളെ ഉപേക്ഷിക്കുക, അതാണ് നമുക്ക് ഈസി ആയിട്ട് തോന്നിയത്. അങ്ങനെയാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായതാണ്. ഇപ്പൊ നിങ്ങള് തെറ്റ് മനസ്സിലാക്കിയിട്ടാണോ, അവരെ മിസ് ചെയ്യുന്നതാണോ, അതോ നിങ്ങളുടെ ബന്ധുക്കളുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായത് കൊണ്ടാണോ എന്നറിയില്ല, നിങ്ങൾ ഇവരുമായിട്ടൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് വളരെയധികം തകർന്നു പോയത്. അപ്പൊ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തിട്ടില്ല, സെപ്പറേറ്റഡ് ആവാനാണ് വഴി. അപ്പോ ഇവരുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് പക്ഷെ ഇവരോട് സംസാരിക്കാനോ, ഇവരെക്കുറിച്ച് നിങ്ങളുടെ ബന്ധുക്കളോട് ഞാൻ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണെന്ന് പറയാനോ നിങ്ങൾക്ക് പേടിയുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. ഇവിടെ സ്കോർപിയോ, ടോറസ്, സ്കോർപിയോ ഭയങ്കര സ്ട്രോങ് ആണ്. സ്കോർപിയോ ഇവിടെ ഈ റീഡിങ്ങിൽ കുറച്ചധികം സ്കോർപിയോ വരുന്നുണ്ട്.
അപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഇത് ഭയങ്കരമായിട്ട് തകർന്നു പോയി, ആഗ്രഹമുണ്ട് തിരിച്ചു കൊണ്ടുവരുന്നത്, പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി, എന്നാലും ഡിവോഴ്സിൽ എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് ഭയങ്കര അൺസാറ്റിസ്ഫാക്ടറി ആണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നിന്നിരുന്നത് ഇപ്പൊ നിങ്ങളുടെ ആവശ്യത്തിന് ആരുമില്ല. അസുഖം വന്നാലും നോക്കാൻ ആരുമില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആരുമില്ല. ബ്രദർ സിസ്റ്റേഴ്സ് ഒക്കെ കല്യാണം കഴിച്ചു പോയി, ചിലപ്പോൾ അച്ഛനും അമ്മയും ഇപ്പൊ ഇല്ലായിരിക്കാം. മനസ്സിലായി, നിങ്ങൾ ഒറ്റപ്പെട്ടു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ നൊസ്റ്റാൾജിക് ആവുന്നുണ്ട് ഈ വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ. അപ്പൊ പക്ഷെ ഇവര് വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല. അതിനെക്കുറിച്ചുള്ള ഒരു മീൻസ് അവരായിട്ട് കോണ്ടാക്ട് ഇല്ല, പിന്നെ എങ്ങനെ അറിയാം? അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭയങ്കരമായ ഡിസാറ്റിസ്ഫാക്ട്, നിങ്ങൾ എടുത്ത തീരുമാനങ്ങളും നിങ്ങൾ ചെയ്ത പ്രവൃത്തിയിലെല്ലാം നിങ്ങൾക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആയിട്ടില്ല, നിങ്ങളും അവരുമായിട്ട് ഡിവോഴ്സ്ഡ് ആയിട്ടില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവരെ വീണ്ടും വിവാഹം, അവർ ഡിവോഴ്സ്ഡ് ആയെങ്കിൽ തന്നെ നിങ്ങൾ അവരെ വീണ്ടും വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മനസ്സിലായോ? അങ്ങനെ ഒരു രണ്ടാമത് ഇവരെ വിളിച്ചു കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹം വന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ 5 ഓഫ് കപ്സ് ആണ് അവസാനം വന്നേക്കുന്നത്. കാരണം ഭയങ്കര നിങ്ങളോട് തന്നെ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണെന്നാണ് പറയുന്നത്. കാരണം അത്രയും ദ്രോഹമാണ് നിങ്ങൾ അവരോട് ചെയ്തത്. അവരുടെ വാക്കിനൊന്നും ഒരു വിലയും കൊടുക്കാതെ വളരെയധികം ദ്രോഹം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് കുറ്റബോധമാണ്. മൊത്തത്തില് കുറ്റബോധം. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ന് അറിയില്ല, ഒരു സ്നേഹം കാണിക്കുന്നില്ല. കുറ്റബോധം കൂടുതലും നിങ്ങളെ നോക്കാൻ ആരുമില്ല, നിങ്ങൾക്ക് ആരുമില്ല എന്നൊരു ചിന്തയിലാണോ ഇവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത്? അവരെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതാണ്. അവരിപ്പോ എവിടെയാണ്, ഏത് അവസ്ഥയിലാണ് എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല. അതൊന്നും അന്വേഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മൊത്തത്തിലൊരു നിരാശയാണ് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ. നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടും, അവസാനം പ്രായമായി കഴിഞ്ഞ് കുറച്ച് മെച്യൂർഡായി തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ കൂടെ നിന്നവരെല്ലാം അവരവരുടെ പാട്ടിന് പോയി, നമുക്ക് ആരുമില്ല നോക്കാൻ. ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ എന്താണ് വരുന്നത്? ഇവിടെ പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വരുന്നത്. നിങ്ങളോട് ഫ്യൂച്ചറിൽ യൂണിവേഴ്സ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് ഇനിയും കേൾക്കാൻ, മീൻസ് അവർക്ക് ചെവി കൊടുക്കരുതെന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഈ ദൈവം എല്ലാം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ് ജീവിക്കാനാണെങ്കിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ബ്രെയിൻ തരില്ല, അല്ലെ? എല്ലാവർക്കും ഒരു യൂണിഫൈ ആയിട്ട് ഒരു ബ്രെയിൻ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ വെക്കും. നമുക്ക് വേണ്ടപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു, ഈ ബ്രെയിൻ ഉള്ള വ്യക്തി അവിടെ ഇരിക്കുന്നു, ആ വ്യക്തിയോട് നമ്മൾ പ്രശ്നങ്ങൾ പറയുന്നു, ആ വ്യക്തി നമുക്ക് ഉത്തരം തരുന്നു. അത് അങ്ങനെ ആയിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ ദൈവം എന്തിനാണ് എല്ലാവർക്കും ബ്രെയിൻ തന്നത്? എല്ലാവർക്കും ബ്രെയിൻ യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ തന്നതാണ്, അല്ലെ? അല്ലെങ്കിൽ ഒരു ബ്രെയിൻ പോലെ, ഒരു ജംഗ്ഷനിൽ ഒരു ബ്രെയിൻ. അല്ലെങ്കിൽ ബ്രെയിൻ ഉള്ള ഒരാളുണ്ട്, ബാക്കി ആർക്കും ബ്രെയിൻ ഇല്ല, എല്ലാവരും ഇയാളുടെ പുറകെ ഇങ്ങനെ വാലെ പിടിച്ച് നടക്കുക. അല്ല, ദൈവം നമുക്ക് എല്ലാം ബ്രെയിൻ തന്നു. അപ്പൊ നമ്മളെല്ലാം ചിന്തിക്കണം, നമ്മൾക്ക് തിരിച്ചറിവ് ഉണ്ടാവണം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ബ്ലോക്ക് ആണെന്ന് ആദ്യമേ യൂണിവേഴ്സ് പറഞ്ഞു, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ബ്ലോക്ക് ആണ്. പക്ഷെ അതിന്റെ കൂടെ യൂണിവേഴ്സ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴത്തെ ഒരു കാര്യം ചെയ്യാൻ ചിലപ്പോൾ ഇവർ അന്വേഷിച്ചിറങ്ങാനായിരിക്കും, അത് നിങ്ങൾ ചെയ്തോളൂ, അത് നല്ലതാണെന്നാണ് യൂണിവേഴ്സ് ഓറക്കിൾ മെസ്സേജിൽ പറഞ്ഞത്. അപ്പൊ ഈ കഥ യൂണിവേഴ്സിന് നേരത്തെ അറിയാം ദൈവമാണെന്ന്. അപ്പോൾ അതാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങളോട് ഇമോഷൻസ് കൺട്രോൾ വെക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളുടെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ആരോ നമ്മളോട് പറയാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മുമ്പിലിരിക്കുന്ന ആളുകളെ, നമുക്ക് കാണാൻ പറ്റുന്ന ഈ ആളുകളെ പ്രീതിപ്പെടുത്താനാണ് നമ്മൾ മിക്കവാറും ശ്രമിക്കാറ്. അപ്പൊ നമ്മൾ കുഴി ചെന്ന് ചാടും. മനസ്സിലായോ? അപ്പൊ ഈ ഉള്ളിലിരുന്ന് പറയുന്ന ആളെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എല്ലാവരും പറയുന്നത് നമ്മൾ കേൾക്കണമെന്നില്ല, എല്ലാവരുടെ വാക്കുകൾക്ക് നമ്മൾ വില കൊടുക്കണമെന്നില്ല. അഡ്വൈസ് എടുത്തോളൂ, പക്ഷെ വെറുതെ ആണ് പറയുന്നത് ഞാൻ അഡ്വൈസ് ചെയ്തു അതിന്റെ പുറകെ ഇല്ല. നിങ്ങൾക്ക് ബ്രെയിൻ ഉണ്ടല്ലോ, ഒരാളുടെ അടുത്ത് അഡ്വൈസ് എടുക്കുന്നത് തെറ്റില്ല. ആ അഡ്വൈസ് കിട്ടിയത് നിങ്ങളത് മനസ്സിലിട്ടൊന്ന് ഓടിക്കണം. ഇത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ ശരിയാമോ, ഇതിന്റെ കോൺസിക്വൻസസ് എന്താണ്, എനിക്ക് എന്തെങ്കിലും തെളിവുണ്ടോ, അവരെ ഞാൻ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ഇല്ല. അപ്പൊ നിങ്ങൾ പിന്നെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തിനാണ് അവർ പറയുന്ന അഡ്വൈസ് പ്രാവർത്തികമാക്കുന്നത്? അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ സ്വയം ചിന്തിച്ചെടുക്കുക കാര്യങ്ങൾ. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് ഇനിയെങ്കിലും മറ്റുള്ളവർ പറയുന്നതെല്ലാം ഗോസിപ്പിന് സമയം കൊടുക്കരുതെന്നാണ് പറയുന്നത്. നമ്മൾ മിക്കവർക്കും ഗോസിപ്പ് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെ? മറ്റുള്ളവർ വീട്ടിൽ എന്ത് നടക്കുന്നു, മറ്റുള്ളവരുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാനാണ് നമ്മൾ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അങ്ങനെ വരുമ്പോൾ മിക്കവാറും
ഈ അപ്പുറത്തെ വീട്ടിലെ ആളുടെ മകള് ആരോടൊക്കെ സംസാരിക്കുന്നു, എന്താണ് അവള് ചെയ്യുന്നത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ വീട്ടിലെ മകള് എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയുമ്പോഴേക്കും വൈകും. കാരണം നമുക്ക് ഇത് ശ്രദ്ധിക്കാൻ സമയമില്ല, മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അതാണ് ഇവിടെയും പറ്റും. നിങ്ങൾ മറ്റുള്ളവർ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നത്? ഭയങ്കര പണിയായി പോയി. എന്തായാലും ഞാനിതൊന്ന് നോക്കട്ടെ. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഇനിയെങ്കിലും നിങ്ങൾ അവിശ്വസിക്കാതെ, അപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള നിങ്ങൾക്ക് വല്ല കോംപ്ലക്സും ഉള്ള ആളാണോ എന്ന് വെച്ചാല്, നമുക്ക് കോംപ്ലക്സ് വരാനായിട്ട് വലിയ കാര്യമൊന്നും വേണ്ട, മനസ്സിലായോ? ഇരുനിറമുള്ള ആളുകൾക്ക് വെളുത്തവരെ കാണുമ്പോൾ എന്തിനാണ്, ദൈവം തന്ന കളറല്ലേ. ദൈവം തരുന്നത് നമുക്ക്, ദൈവം തരുന്നത് നമ്മളത് അങ്ങോട്ട് കൈനീട്ടി. നമ്മൾക്ക് നല്ല കാര്യങ്ങൾ, ഇപ്പൊ 500 രൂപ റോട്ടിൽ വീണ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, ദൈവമേ നന്ദി. അതേസമയം കാലൊന്ന് തട്ടിപ്പൊട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിന് ചീത്ത പറയും, എന്തൊരു കഷ്ടമാണ്, ഞാൻ നോക്കിയല്ലേ നടക്കുന്നത്, കാല് തട്ടിപ്പൊട്ടി. എന്തുകൊണ്ട്? എന്ത് തന്നാലും കൈനീട്ടി സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് വെക്കുക. നമുക്ക് വേണ്ടത് നമുക്ക് ദൈവം തരുന്നുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അവർക്ക് വേണ്ട കാര്യങ്ങളാണ്, മനസ്സിലായോ? അപ്പൊ മറ്റുള്ളവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് കിട്ടണ്ടേ? അത് വേണ്ട. അവർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ മാത്രം മതി എനിക്ക്, അവർക്ക് കിട്ടുന്ന ദൗർഭാഗ്യങ്ങൾ അവർ തന്നെ എടുത്തോട്ടെ, എനിക്ക് വേണ്ട. ഈ ഒരു മനസ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ കോംപ്ലക്സ് എന്ന് പറഞ്ഞ കാര്യം എന്താണ്? മറ്റുള്ളവർക്കുള്ള കാര്യം എനിക്കില്ല എന്ന് ചിന്തിച്ച് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കോംപ്ലക്സ്. ആ സമയത്ത് ഞാൻ കാണുന്നില്ല, എനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഞാൻ കാണുന്നില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ. അപ്പൊ നിങ്ങൾ അതുപോലത്തെ ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇനിയെങ്കിലും മറ്റുള്ളവരെ സംശയിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ ഇടപെടുകയും നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനും അതുപോലെ ഇമോഷണലി നിങ്ങൾ വെറുതെ എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുത്. യൂണിവേഴ്സ് പറയുന്നുണ്ട്, നിങ്ങൾ ന്യായവിധി നടത്താൻ ആരുമല്ല എന്നാണ് യൂണിവേഴ്സ്. ന്യായവിധി ദൈവമാണ് നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കോടതിയാണ് നടത്തുന്നത്, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ ന്യായവിധി ഓരോരുത്തരുടെ കാര്യത്തിൽ അവരെങ്ങനെ ജീവിക്കണം, അവരെന്ത് ചെയ്യണം എന്നതിൽ ന്യായവിധി നടത്താൻ നിങ്ങൾ ആരുമല്ല എന്നാണ് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ചെയ്തത് വളരെയധികം അന്യായമാണ്, പലരോടും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അന്യായമാണ്. അപ്പോ നിങ്ങൾ അല്ല, ഈ ഏസ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ന്യായവിധിയുടെ കാര്യമാണ് കാണിക്കുന്നത്. അതിന്റെ ആവശ്യമില്ലാതാണ്. നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങുക, നിങ്ങൾ മനസ്സ് പറഞ്ഞ് പരുവമാക്കി നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു ഇതിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ വരുമെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളോട് ഇതിന് മൂവ് ഓൺ ചെയ്യേണ്ട, യൂണിവേഴ്സ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്, നിങ്ങൾ ആവശ്യമില്ലാതെ പല ന്യായവിധികളും നിങ്ങളുടെ കയ്യിൽ വരും. നിങ്ങൾ വക്കീൽ വരണം, അറിയില്ല, എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ന്യായവിധികൾ വരും. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളൊന്നും ജഡ്ജ് ചെയ്യരുത്, അത് നിങ്ങൾക്ക് പണിയാവുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോ നിങ്ങൾ ഒന്നിലും കയറി സ്റ്റക്ക് ആവണ്ട, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാമെന്നാണ് യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ കാണാനായിട്ട് നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തും ഈ വ്യക്തിയെ. പക്ഷേ നിങ്ങൾ അന്യായമായിട്ട് അവരോട് പെരുമാറിയതിന് നിങ്ങൾ ക്ഷമ ചോദിക്കുക. പക്ഷെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ, ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നു കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോ പാസ്റ്റിലുള്ള കാര്യങ്ങൾ അതിൽ നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം ഈ വ്യക്തിയുമായിട്ടുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും, ഒരു ചാൻസ് കിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയോട്, നിങ്ങൾ അന്വേഷിക്കുന്ന ഈ വ്യക്തിയോട് നിങ്ങൾക്ക് സംസാരിക്കാൻ ചാൻസ് കിട്ടുമ്പോൾ ഇമോഷണലായിട്ട് പെരുമാറാതെ, ഈഗോ വെച്ച് പുലർത്താതെ, അവരെ ജഡ്ജ് ചെയ്യാതെ നിങ്ങൾ നന്നായിട്ട് അവരോട് നല്ല കാര്യങ്ങൾ അവരോട് സംസാരിക്കണമെന്നാണ് പറയുന്നത്. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കണം, എന്നാലും മാപ്പ് അപേക്ഷിക്കണം, എന്നാലും മാത്രമേ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മാറൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മാറില്ല, ഇതേ എനർജിയിൽ നിങ്ങൾ വർഷങ്ങളോളം പോകുമെന്നാണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും ഫലവത്താവില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, കേട്ടോ. അപ്പൊ ഈ കിട്ടുന്ന കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക, അവരോട് നന്നായിട്ട് സംസാരിക്കുക, അവരെ ചേർത്ത് പിടിക്കണമെങ്കിൽ ചേർത്ത് പിടിക്കുക. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഓൾറെഡി വേറൊരാളുടെ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം. എല്ലാവരും കാത്തിരിക്കുന്നില്ലല്ലോ, അവരുടെ സമയം മാറാം, അല്ലേ? അപ്പോ അതാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുമെന്നാണ് പറയുന്നത് ഇവരോട് സംസാരിക്കാനുള്ളത്. അപ്പോ അത് കഴിഞ്ഞാലേ അവരോട് സംസാരിച്ച് അവർക്ക് നിങ്ങൾക്ക് ക്ഷമ തന്നാലും മാത്രമേ നിങ്ങളുടെ ജീവിതം നന്നായിട്ട് സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകുള്ളൂ. അതല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുമെന്നാണ് പറയുന്നത്. മൂവ് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിച്ചേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതിന് നിങ്ങൾ പരിവാരങ്ങളെയൊന്നും കൊണ്ടുപോകണ്ട, പഴയ ഫ്രണ്ട്സിനെയൊക്കെ പൊടി തട്ടിയെടുത്ത്
ഓക്കെ ഞാനിങ്ങനെ ഇവരെ കാണാൻ പോകുന്നുണ്ട്, നിങ്ങളും കൂടെ വരണമെന്ന് പറയണ്ട. നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ മതി. കാരണം ഇത് സിംഗിൾ സ്പോട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് സത്യസന്ധമായി സംസാരിക്കാൻ പറ്റുക. അല്ലെങ്കിൽ പിന്നെയും നിങ്ങൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പഴയ കാര്യങ്ങൾ എടുത്തിട്ട് അവിടെ കുളമാക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ഇവിടെ ലീബ്ര, പൈസീസ്, സ്കോർപിയോ, ടോറസ്, സ്കോർപിയോ, ജെമിനായി. സ്കോർപിയോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കുറെ കണ്ടു. പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. ഇതാണ് കാർഡ്. അപ്പോൾ ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അറിഞ്ഞു നൽകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.